ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2021-22 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവിടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ് കേട്ടോ. പ്രവർത്തനം 1, ഹയ്യ നെക്രൗൽ ഹിക്കായ വനഖ്താറുൽ ഇജാബാത്തി സ്വഹിഹ. താഴെയുള്ള ഹിക്കായ വായിച്ചിട്ട് അതിൽ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിക്കായ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മുനീർ ദാരിസും ഫി സൊഫി റാബിയ. മുനീർ എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ബൈത്തുഹു ഫി കറിയത്തിൻ ജമീല. അവൻ്റെ വീട് നല്ല ഭംഗിയുള്ള ഗ്രാമത്തിലാണ്. ഫിഹ നെഹ്റും കബീറുൻ. അവിടെ നല്ല വലിയ ഒരു നെഹ്റുണ്ട്. എന്താ മാമാന നെഹ്ർ? റിവർ, പുഴയുണ്ട് അല്ലേ. യൗമൻ സഹബമാ സ്വദീഖിഹി രാജു ഇലാ ലഫത്തിൻ നെഹ്ർ. ഒരു ദിവസം കൂട്ടുകാരനായ രാജുവിനോടൊപ്പം അവൻ പുഴക്കരയിലേക്ക് പോയി. റാ ഫിഹ മനാദിറൻ ജമീലൻ. അവിടെ ധാരാളം ഭംഗിയുള്ള കാഴ്ചകൾ അവർ കണ്ടു. യജ്രി അൽക്കാരി സൗറക്ക് ഫിന്നഹർ. എന്താണ്? നമ്മുടെ പുഴയിൽ സൗറക്കും അതുപോലെ തന്നെ കാരിബും വഞ്ചിയും തോണിയും എല്ലാം ഉള്ളത് അവർ കണ്ടു. തോണിയും വഞ്ചിയും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് അവർ കണ്ടു. തെത്തീർ തുയൂർ ഫൗക്കൽ മിയാ. പക്ഷികൾ വെള്ളത്തിന് മീതെ ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്നുണ്ട്. രാജുവ മുനീറില ബൈത്തി മസാൻ. അങ്ങനെ രാജുവും മുനീറും കൂടെ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫി ഐ സൊഫിൻ യദ്റുസു മുനീർ. ഏത് ക്ലാസ്സിലാണ് മുനീർ പഠിക്കുന്നത്? ഫി സൊഫി സാലിസ്, ഫി സൊഫി റാബിയ. ഏതിലാണ്? സാലിസിലാണോ റാബിയയിലാണോ? യെസ്, റാബിയയിലാണ് അല്ലേ. 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ രണ്ടാമത്തേതാണ് ശരിയായ ഓപ്ഷൻ. അയിന ബൈത്തു മുനീർ. എവിടെയാണ് മുനീറിൻ്റെ വീട്? ഫിക്കറിയ ഫി മദീന. ഗ്രാമത്തിലാണ് പട്ടണത്തിലാണ്? എവിടെയാണ്? ഗ്രാമത്തിലാണ് അല്ലേ. ഫിൽക്കറിയ. മാതാ യജ്രി ഫിൻ നെഹർ. എന്താണ് പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? സഫീന അക്കാരിബ്. സെഫീന പറഞ്ഞാൽ ഷിപ്പ്, കാരിബ് എന്ന് പറഞ്ഞാൽ തോണി. ഏതാണ്? കാരിബാണ് അല്ലേ. ഒരു സെഫീനയെ കുറിച്ച് പറയുന്നില്ല. 4ാമത്തേത്, അയിനത്തെത്തീർ തുയൂർ. എവിടെയാണ് പക്ഷികൾ പറക്കുന്നത്? ഫിസമാ. ആകാശത്തിലാണ്. ഫൗക്കൽ മിയാ. വെള്ളത്തിന് മുകളിലാണ്. എവിടെയാണ്? വെള്ളത്തിന് മുകളിലാണ്. മത്താറജ രാജുവ മുനീർ. എപ്പോഴാണ് രാജുവും മുനീറും കൂടെ മടങ്ങിയത്? മസാഅൻ. വൈകുന്നേരം. സ്വബാഹൻ. രാവിലെ. എപ്പോഴാണ്? മസാഅൻ. വൈകുന്നേരമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് വായിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. തസക്കറ മുനീർ കൗല മുദരിസത്തിഹി. അപ്പോഴാണ് മുനീർ ടീച്ചർ പറഞ്ഞത് ഓർത്തത്. അസ്രാഫിൽ കിർത്വാസിയ ലിഷ്റായിൽ അഹ്റാലിൽ മദ്രസിയ. അവൻ കിർത്വാസിയയിലേക്ക് വളരെ പെട്ടെന്ന് പോയി. മമാന കിർത്വാസിയ? സ്റ്റേഷനറി ഷോപ്പാണല്ലേ. എന്തിനാ പോയത്? ലിഷിറായ് ബഹദൽ അഹ്റാലിൽ മദ്രസിയ. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് അവൻ പോയത്. ഇനി എന്താണ് നമ്മുടെ ചോദ്യം? ഹയ്യ നെഖ്താർ വനുക്കമ്മിലുൽ ഹിവാർ. നമുക്ക് കണ്ടെത്താം, ഈ ഹിവാർ പൂരിപ്പിക്കാം. അപ്പോൾ ഹിവാറിൽ എഴുതേണ്ട സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് ആദ്യം വായിക്കാം. ബിക്കം സോയീർ. എത്രയാണ് ചെറുതിന്? അഹ്ലം വസഹ്ലം. വെൽക്കം. അർബ എന്താണ്? 4. ഫാത്തൂറ. ബില്ല്. ബദൽ ഔറാഖ്. കുറച്ച് പേപ്പറുകൾ. ഇനി ഇത് എവിടെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ നോക്കിയാൽ അവിടെ എഴുതി ചേർത്താൽ മാത്രം മതി. മുനീർ അഹ്ലം വെൽക്കം. അപ്പം എന്താണ് പറയുന്നത്? അഹ്ലം വസഹ്ലൻ അല്ലേ. വെൽക്കം വെൽക്കം. മാതാ തബായി. നിനക്ക് എന്താ വേണ്ടത്? മുനീർ പറയാണ് മിക്കസൻ. എനിക്കൊരു മിക്കസ് വേണം. എന്താണ്? സിസർ വേണം, കത്രിക വേണം. സൊയീറൻ ഔ കബീറൻ. നിനക്ക് വലുതാണോ ചെറുതാണോ വേണ്ടത്? മുനീർ പറയാണ് സൊയീറൻ. എനിക്ക് ചെറുത് മതി. പിന്നെ എന്താ ചോദിക്കുക? അവിടെ ഉത്തരം പിന്നെ ബായി പറയുന്നത് ഇഷ്റൂന റൂബിയ. 20 രൂപയാണെന്നാണ്. അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടാവുക? എത്ര രൂപയാണെന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണത്? യെസ്, ബിക്കം സൊയീർ. എത്രയാണ് ചെറുതിന്? ബായി പറയും ഇഷ്റൂന റൂബിയ. 20 രൂപയാണ്. മുനീർ പറയും ഹതി വായിദ്. എനിക്ക് ഇതൊരെണ്ണം വേണം. ബായി തഫല്ലൽ അൽ തുരീദ് ഷെയ്അൻ നാഹിർ. നിനക്ക് വേറെന്തെങ്കിലും വേണോ? മുനീർ പറയാണ് നാം, എനിക്ക് വേണം. എന്താ വേണ്ടത്? ഇവിടെ നോക്കി എന്താ പിന്നുള്ളത്? ഫാത്തൂറ. ബില്ല് വേണമെന്നാണ് പറയുക? അല്ല. പിന്നെ ബദൽ ഔറാഖ്. എനിക്ക് കുറച്ച് പേപ്പറുകൾ വേണം. ബായ് കം വറക്ക. നിനക്ക് എത്രണ്ണം വേണം? അപ്പം മുനീർ പറയാം, ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ നമ്പർ? അർബ. മുനീർ പറയും അർബ. എനിക്ക് 4 എണ്ണം വേണം. ബിക്കം വാഹിദ്. പിന്നെ മുനീർ ചോദിക്കും ബിക്കം വാഹിദ്. ഒരെണ്ണത്തിന് എത്രയാണ്? ബായി പറയും റൂബിയ വാഹിദ്. ഒരെണ്ണത്തിന് 1 രൂപയാണ്. മുനീർ ഹാത്തി. തരൂ.
ഡാഷ് മിൻ ഫളിക് പ്ലീസ് തരൂ. എന്താ തരുന്നത്? സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി എന്താ ചോദിക്കുക? യെസ്, ബില്ലാണല്ലേ. ഹത്തി ഫാത്തൂറ ബില്ല് തരൂ. മിൻ ഫളിക് പ്ലീസ് എനിക്ക് ബില്ല് തരൂ എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഹിവാർ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഹിവാർ തന്നാലും കൂട്ടുകാർക്ക് ഒരെണ്ണം കിട്ടുന്നില്ല എങ്കിൽ അതിന് താഴെയുള്ള ആൻസർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് അവിടെ എഴുതേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ ഹിവാർ തന്നാലും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. റജ മുനീർ ഇലാബൈത്തിഹി, അങ്ങനെ മുനീർ വീട്ടിലേക്ക് മടങ്ങി. റാഫി ത്വരേക്ക് കമാമാതി മുസ്തഖദമ, അങ്ങനെ എന്താണ് വഴിയിൽ അവന് ഒരുപാട് ഉപയോഗിച്ച മാസ്കുകൾ കണ്ടു. തസക്കറ മന്ദൂമൻ അനിലാഫ, അപ്പോഴാണ് അവന് വൃത്തിയെക്കുറിച്ച് ഒരു പാട്ട്, ഒരു നഷീദ ഓർമ്മ വന്നത്, ഒരു പോം ഓർമ്മ വന്നത്. ഹയ്യാനുൻഷിദ് വനുക്കുമില്ല, നമുക്കിതൊന്ന് വായിക്കാം എന്നിട്ട് പൂരിപ്പിക്കാം. യഹ്ദർ യഹ്ദർ യാ ഇഹ്വാനി, പ്രിയപ്പെട്ട സഹോദരന്മാരെ സൂക്ഷിക്കുക സൂക്ഷിക്കുക. യഹ്സർ ഫൈറൂസ് കൊറോണ, എന്താണ് കൊറോണ വൈറസിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇൽബസ്, നിങ്ങൾ ധരിക്കുക. യാ സുമലായി, പ്രിയപ്പെട്ടവരെ എന്താ ധരിക്കേണ്ടത്? കിമാമ അല്ലേ. അപ്പോൾ ഇൽബസ് കമാമ, നിങ്ങൾ മാസ്കുകൾ ധരിക്കുക. ഡാഷ് കിമാമ യാ സുമല, എന്താണ് മാസ്കുകൾ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചേർക്കേണ്ടത്? ഇൽബസ് എന്ന വാക്കാണല്ലേ. അപ്പോൾ ഇൽബസ് കിമാമ യാ സുമല. യസിൽ, കഴുകുക. യ അഹ്ബാബ്, എന്താണ് യസിൽ യസിൽ യാ അഹ്ബാബ്, നിങ്ങൾ കഴുകൂ യാ പ്രിയപ്പെട്ടവരെ. യസിൽ ഐദി യാ അഹ്ബാബി, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകൂ. ഉത്തുറുദ് യാ ഇഹ്വാനി, ഉത്തുറുദ് ഫൈറൂസ് ഖുറൂന. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഇതും എഴുതേണ്ടത്. ഇനി നാലാമത്തെ പ്രവർത്തനം. വസല മുനീർ ഇലാബൈത്തി, അവന് തിരിച്ച് വീട്ടിലെത്തി. അഹദ് ജവാല, അവൻ ഫോൺ എടുത്ത് നോക്കി. ഷാഹദ ഫീഹി റിസാല മുദർരിസ തഹ്തവി അലസൂറ, അപ്പോഴാണ് അവൻ്റെ ടീച്ചർ ഒരു മെസ്സേജ് അയച്ചത് അവൻ കണ്ടത്. നുലാഹിൽസൂറാമൻ എക്തുബുൽ അസ്മാഹ, താഴെയുള്ള ചിത്രങ്ങൾ നോക്കി ഒന്ന് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മബിന പാർലമെന്റ് മന്ദിരം, മദ്രസ സ്കൂള്, താജ്മഹൽ, അൽ മസ്ജിദ് ജാമിയ ബി ഡൽഹി, എന്താണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മക്തബുൽ ബരീദ് പോസ്റ്റ് ഓഫീസ്. ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ടൊന്ന് പൂരിപ്പിച്ചാൽ മാത്രം മതി. ഒന്നാമത്തേത് എന്താണ്? പോസ്റ്റ് ഓഫീസാണ്. അതിനെന്താ പറയുക? മക്തബുൽ ബരീദ്. രണ്ടാമത്തേതോ ഡൽഹി ജുമാ മസ്ജിദാണ് അല്ലേ, അൽ മസ്ജിദ് ജാമിയ ബി ഡൽഹി. ഇനി അടുത്തത് മദ്രസയാണ്. അപ്പോൾ അവിടെ മദ്രസ എന്ന് എഴുതി കൊടുക്കണം. പിന്നെന്താണ്? പാർലമെൻറ്റ് മന്ദിരമാണ് അല്ലേ, മബിന പാർലമെൻറ്റ്. ഇനി അവസാനത്തേത് താജ്മഹലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഇത് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതൊക്കെ അറിയാം, ഓരോന്നിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നതാണ് അല്ലേ. ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 5 അസ്ര മുനീർ ഇല മദ്രസ, വളരെ വേഗത്തിൽ മദ്രസയിലേക്ക് പോയി. റാ സയ്യാറ ഇസാഫ് തുസ്രിയുൽ മുസ്തഷ്ഫ, അങ്ങനെ എന്താണ് പോകുന്ന വഴിക്ക് അവൻ സയ്യാറ ഇസാഫ് കണ്ടു. മമാന സയ്യാറ ഇസാഫ്, യെസ് ആംബുലൻസ് കണ്ടു. ഒരു ഹോസ്പിറ്റലിലേക്ക് വളരെ പെട്ടെന്ന് ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ആംബുലൻസിനെ അവൻ കണ്ടു. നുക്മിൽ ഷംസുൽ മുഫ്രദാത്ത് ബി കലിമാത്തിൽ മുനാസിബ, താഴെ തന്നിട്ടുള്ള ഷംസുൽ മുഫ്രദാത്ത് പദസൂര്യൻ നമുക്ക് പൂരിപ്പിക്കണം. എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടാണ്. എന്താ ഇവിടെ തന്നിട്ടുള്ളത്? പദസൂര്യനിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ എന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇവിടെ കൂട്ടുകാരെ എഴുതേണ്ടത്. ഒന്നിവിടെ തന്നിട്ടുണ്ട് തൊബീബ് എന്താ? ഡോക്ടറാണ്. ഇനി അടുത്ത നമുക്ക് എഴുതാം മുമർരിദ. ഇവിടെ എഴുതേണ്ട പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, കുറേ പദങ്ങളുണ്ട്. ഇതിൽ നിന്നും എടുത്തെഴുതിയാൽ മാത്രം മതി. എന്താണ് മുമർരിദ? നേഴ്സാണ്. സ്വൈദലിയ ഫാർമസി, ഹുക്ന കുർസിയിൽ മുതഹരിക്ക, ദവാ, ഇത്രയുമാണ് ഇവിടെ എഴുതേണ്ടത്. ദവാ മെഡിസിൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.